മിക്കപ്പോഴും കടയിൽ നിന്ന് ജാം വാങ്ങിക്കാറ്. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ബീറ്റ്റൂട്ടും ഈന്തപ്പഴവും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ജാം ഉണ്ടാക്കുന്നത്. ഫേസ്ബുക്കിൽ ഒരു കുട്ടി ഉണ്ടാക്കണ കണ്ട് അത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കണത്. അതപ്പോ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നേ. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതിനായിട്ട് 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം 2-3 പീസൊക്കെ ആക്കി അരിഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ 20 ഈന്തപ്പഴവും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈന്തപ്പഴവും ബീറ്റ്റൂട്ടൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഈന്തപ്പഴത്തിന്റെ കുരു വെന്തതിന് ശേഷം എടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ അത് വെന്ത് ഞാൻ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. വലിയൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ട് കൂട്ട് അതിലിട്ട് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതില് വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല, അത് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് 1/2 കപ്പ് ശർക്കര പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് ഒരുവിധം പാകമായി വരുമ്പോൾ നമ്മൾ വേറെ ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതിനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇപ്പൊ നമ്മളെ ജാം ഒരുവിധം പാകമായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കണല്ലേ നല്ലത്. ഇപ്പൊ ബ്രെഡിന്റെ ഒപ്പോ എന്തിന്റെ കൂടെ ചപ്പാത്തിയുടെ മേളിലൊക്കെ തേച്ച് ഇത് കഴിച്ചാൽ നല്ല കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ, 3 ബീറ്റ്റൂട്ട് കൊണ്ട്. എന്നാലും അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഞാനിവിടെ ബ്രെഡ് തേച്ച് ഞങ്ങൾ കഴിച്ചത്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നും. മാത്രല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.